ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത്. പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വ്യക്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാളിയല്ല, പക്ഷേ നമ്മളെ തൊട്ടടുത്തുള്ള എന്താണ് കർണാടകയിൽ ബല്ലാര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അസാധ്യമായിട്ട് എന്താ പറയുക, മദ്ഹ് ഗാനങ്ങളും മലയാള ഗാനങ്ങളും മലയാളി അല്ലാതായിട്ട് പോലും അദ്ദേഹത്തിന് അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് എന്താ ചെയ്യുക, ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ വ്യക്തി. ഓക്കെ, മക്ബൂൽ ബല്ലാര. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, എന്താണ് പേരെന്താ? മക്ബൂൽ ബല്ലാര. മലയാളിയാണോ? മലയാളിയല്ല, സത്യം പറഞ്ഞ കർണാടകയിലാണ്, കർണാടക മംഗലാപുരത്ത്. ഓക്കെ, മലയാളം ഇങ്ങനെ ആൾക്കാർ കൂടി കുറച്ച് ഇങ്ങനെ പഠിച്ചു വന്നതാ. എഴുതാനും വായിക്കാൻ അറിയോ? മലയാളം വായിക്കാൻ എഴുതാൻ അറിയില്ല, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നല്ല അസാധ്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കഴിവിന്റെ എന്താ പറയാ ഉറവിടം, അല്ലെങ്കിൽ ഇതൊക്കെ പറയാം അല്ലെ. നല്ലൊരു കഴിവിന്റെ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ മലയാള മദ്ഹ് ഗാനങ്ങളും അതുപോലെ എന്താ പറയാ മലയാള ഒരുപാട് ഗാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് വളരെ അസാധ്യമായിട്ട് അദ്ദേഹം കേട്ട് പഠിക്കുകയാണ്. ഓക്കെ, അതേപോലെ എഴുതിയിട്ടും അതുപോലെ എന്താണ് ബൈഹാർട്ട് ചെയ്തിട്ടൊന്നും അല്ല, അദ്ദേഹം കേട്ടിട്ട് എന്താണ് പാടി അല്ലെങ്കിൽ കേട്ട് അങ്ങനെ പാടി പഠിച്ച പാട്ടുകളാണ്. അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ പല ആളുകളും എന്താണ് പ്രവാസ ലോകത്തൊക്കെ ഉണ്ട്, അതിൽ അറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. എത്ര കാലം പ്രവാസിയായിട്ടുണ്ടായിരുന്നു? പ്രവാസിയായിട്ട് മൊത്തത്തിൽ ഇപ്പൊ ഒരു 10 വർഷമായി. 10 വർഷമായി. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? സൗദി, ഒമാന്, കുവൈത്ത്, ഇതിപ്പോ ദുബായ്, അബുദാബിയില് ഇങ്ങനെ എല്ലാ മലയാളി കൂട്ടുകാരുള്ളത് കൊണ്ട് കുറച്ചോ ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിച്ചതാ. ഓക്കെ, എങ്ങനെ മലയാള പാട്ടുകളൊക്കെ എങ്ങനെ പഠിച്ചേ? പാട്ടുകള് ഇങ്ങനെ യൂട്യൂബില് കേട്ട്, പിന്നെ ആൾക്കാർ പാടുന്നത് ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ പഠിച്ചേ. പിന്നെ എഴുതാനും വായിക്കാനൊന്നും എനിക്ക് മലയാളം ഒന്നും അറിയില്ല. ഞാൻ കന്നഡയിലാണ് പഠിച്ചതൊക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കന്നഡ ഒരു പാട്ടായിക്കോട്ടെ, കുറച്ച് വരികൾ, എന്നിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിയാലും മതി. ഓക്കെ. കണ്ണീരാണവോ ನಿನಗೇತಕ್ಕೆ ಸಂಗಾತಿ ಮಾತ್ರ ಸಾಕಾಗದೆ ಕನಕದ ಆಸೆಯನು ಇನ್ನು ಬಿಡಬಾರದೆ ಮದುಮಗನಾಗುವೆಯಾ ಚಿನ್ನ ಹಣ ಕೇಳದೆ ಊರು ಪೇಟೆ ಅಲೆದು ಕಂಡವರ ಕೈ ಕಾಲು ಹಿಡಿದು ಕಾಡಿ ಬೇಡಿ ತಂದು ಈ ನೀ ಕೊಟ್ಟ ಹಣವನ್ನು ತಂದು ಸುಖ ಪಡುವೆ ನೀನಗುವೆ ಸುಖ ಪಡುವೆ ಬಿಡಬಾರದೆ. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. കന്നഡ പാട്ട്. അതുപോലെ മലയാള പാട്ടുകളിലെ ഒരു മത് കാണും പാടാം. ഓക്കെ, കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാവി പാടുന്നിതാ, വിഷാദങ്ങളാലെ ഞാൻ പാടുന്നു തിരുഗീതം, കേൾക്കും നബിയെ അസ്സലാം, കേൾക്കും നബിയെ അസ്സലാം. ഇഷ്കിന്റെ തീരാറിൽ നാളേറെയായി ഞാൻ പാടുന്നു മധുഹൊലികൾ യാ റസൂലേ. ഇഷ്കിന്റെ തീരാറിൽ നാളേറെയായി ഞാൻ പാടുന്നു മധുഹൊലികൾ യാ റസൂലേ. ഇഷ്കെന്നറിയാത്ത പാവി ഞാനാണേലും കഴുകാമോ എൻ കനവിൽ യാ റസൂലേ. ഇന്നൽ ഖുലൂബ ഇലൽ ഹബീബി തമീലു വമഈ ബിദാലിക ഷാഹിദൻ വദലീലു അമ്മദ് ദലീലു ഇദാ ذكرت മുഹമ്മദാ
أما الدليل إذا ذكرت محمدا صار الدموع العاشقين تسيل കിനാവിൽ ഹബീബിനെ കാണാൻ മധുരമദീന എൻ്റെ മനസ്സിലെ ജീന മെഹബൂബിൻ വീടാ എൻ്റെ മശൂഖിൻ നാടാം ഇഷ്ക് രുചിക്കാൻ പാടി ഞാൻ എൻ്റെ ത്വാഹ ഇഷ്ടം ലഭിക്കാൻ തേടിച്ചൊരിയുന്നിൽ റാഹ കഥനം നിറഞ്ഞു ഞാൻ പാടിയ നേരം കണ്ണുനീർ വാർത്തല്ലോ ആശിഖിൻ നയനം കരളിൽ കൊതിയേറി സ്നേഹത്തിൻ ഗീതം കേട്ടവർ വ്യഥയേറി തീർത്തല്ലോ ഗീതം മധുരമദീന എൻ്റെ മനസ്സിലെ സീന മശൂഖിൻ നാടാ എൻ്റെ മെഹബൂബിൻ വീടാ ഇന്നൽ ഖുലൂബ ഇലൽ ഹബീബി തമീലു വമഈ ബിദാലിക ഷാഹിദം വദലീലു അമ്മദ് ദലീലു ഇദാ ذكرت محمدا أما الدليل إذا ذكرت محمدا صار الدموع العاشقين تسيل കിനാവിൽ ഹബീബിനെ കാണാൻ കിനാവിൽ ഹബീബിനെ കാണാൻ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ മലയാള പാട്ട് അല്ലെ മധുഗാനം ഇങ്ങനെ ഓരോ കേട്ട് 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 പഠിച്ചു ഓക്കെ അപ്പൊ എസ്പെഷ്യലി എന്താണ് റബീഉൽ അവ്വലാണ് ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ അടിപൊളിയായിട്ടല്ലേ നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഫീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇതേപോലെ പാട്ടുകൾ മധു ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ അടിപൊളി ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ എന്ത് ചെയ്യാം കുറച്ച് വരികൾ നമുക്ക് ഇങ്ങനെ പാടിക്കൂടെ കുറച്ച് പാട്ടുകൾ പാടാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് പാടാം അല്ലേ പാടാം ഓക്കെ നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ലാഹ് നിന്റെ ഇഷ്ടദാസര മണ്ണിൽ സമ്മാനിക്കുന്നു അല്ലാ അല്ലാ യാ അല്ലാ 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 യാ അല്ലാ നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ലാഹ് നിന്റെ ഇഷ്ടദാസര മണ്ണിൽ സമ്മാനിക്കുന്നു നിൻ തിരുമുന്നിൽ കൈകൾ ഉയർത്തി തേടിടുന്നല്ലാഹ് നിന്റെ പിരിശ പൂങ്കാവനമിൽ ചേർത്തിടാനല്ലാഹ് വിധിയേകോ റഹ്മാനേ വിജയം താ സുബ്ഹാനേ വിധിയേകോ റഹ്മാനേ വിജയം താ സുബ്ഹാനേ വിജയം താ സുബ്ഹാനേ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാഹുവിനോട് മാത്രം അല്ലാഹുവിനോട് മാത്രം സുമമിയിൽ മധുവിൻ ഉറവ് പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴികാണിച്ചവനായ സർവലോക പരിപാലകന സുബ്ഹാനവന്നേ സർവസ്തുതിയും സുബ്ഹാനവന്നേ സർവസ്തുതിയും ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ധീരയുള്ള മാനുഷത്വം പേരെടുത്ത സമയത്തിലെത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവായ ആകെ ലോക കാരണമുത്തൊലി യാ റസൂലേ ആദിശോധി പൂരണ വിത്തൊലി യാ റസൂലേ ആകെ ലോക കാരണമുത്തൊലി യാ റസൂലേ എന്നും
ആദി ചോദി പൂരണ വിത്തൊലി യാ റസൂലേ. അപ്പൊ അടുത്ത ഒരു ഗാനം മദീനത്തെ കുറിച്ച് ഒരു പാട്ട് പാടാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മദീനത്തെ കുറിച്ചിട്ട് എപ്പോഴും എന്താണ് അല്ലെ നമുക്ക് ഉള്ളില് ഹുബ്, റസൂലിനോടുള്ള ഹുബാണ് അല്ലെ. അപ്പൊ എത്ര വർണ്ണിച്ചാലും നമുക്ക് എന്താണ് മതി വരാൻ പറ്റാത്ത ഒരുപാട് സോങ്ങുകൾ എന്താണ് മദീനത്തെ കുറിച്ചിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പാടിയോളൂ. ഓക്കെ. മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ തണലിൽ ചുണ്ട് കൊണ്ടൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചുകൊണ്ട് മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പൂതിയും പൂണ്ട്. മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ തണലിൽ ചുണ്ട് കൊണ്ടൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചുകൊണ്ട് മഹിത ഭൂമിയിലൊന്ന് ചെല്ലണ പൂതിയും പൂണ്ട്. തങ്ങളെ ഞാൻ പാവിയാണ് എങ്കിലും ഞാൻ പാവമാണ്. പാവമേറിയ ഭൂമിയിൽ നീത്തമനമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാടിയത് ഞാൻ അങ്ങനെയാണ്. പാലിലാവളി പുഞ്ചിരി കാത്തിരിപ്പുണ്ട്. മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിന്റെ തണലിൽ ചുണ്ട് കൊണ്ടൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നിർത്താല്ലേ അല്ലെ? ഒരു പാട്ടുകൂടിയും പാടിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? ഇപ്പൊ നബിന്റെ വഫാത്തിന്റെ സമയത്തുള്ള ഒരു പാട്ട്, റസൂലിന്റെ വഫാത്തിന്റെ സമയത്തുള്ള ഒരു പാട്ടും കൂടി ആ ഒരു ചരിത്രം ആ ഒരു പാട്ടിലൂടെ അല്ലെ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടും കൂടി ഒന്ന് പാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പാടിക്കോളൂ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീള കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മാണിക്കക്കല്ലിനോ ളേറ്റം മദബില് മേൽമസലാമും പറയുന്നു നേരില്. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീലും അന്നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട്. മലക്കുൽ മൗത്ത് അസ്റായീലും അന്നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട്. മാണിക്കക്കല്ലിനോടേറ്റം മദബില് മേൽമസലാമും പറയുന്നു നേരില്.
അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മാഷാ അല്ലാ, മബ്രൂക്ക് മബ്രൂക്ക്.